ഇനിഷ്യലി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ രണ്ടൊക്കെ പുറത്തോട്ട് നിൽക്കും. അതിനിട്ട് നമുക്ക് എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ കുറച്ച് തോളാം. എന്തിനാ സ്കാൽപ്പിൽ സ്ക്രബ് ചെയ്യും കുറച്ച് മുകളിലോട്ട് നോക്കാം. അപ്പോൾ എന്താ സ്കാൽപ്പിൽ ഡാൻഡ്രഫിൻ്റെ മുകളിൽ തന്നെ എണ്ണ തേച്ചിട്ട് ഗുണമില്ല. മനസ്സിലായോ? ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഈ പാർട്ടാണ് നമ്മളുടെ കൂടുതൽ ബ്ലഡ് ഫ്ലോ ഡയറക്റ്റ് പോകാത്തത്. അതുകൊണ്ടാണ് എപ്പോഴും ഇവിടുത്തെ ഹെയർ ഫോൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളുടെ എണ്ണ ഉപയോഗിക്കാം. ചുവ പറഞ്ഞ എണ്ണ എപ്പോഴും ഇവിടെ ഉപയോഗിക്കാം. കാച്ചിയ എണ്ണ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിൻ്റെ അകത്താ കറി ലീഫ്, ആലോവേര, പിന്നെ എന്താ പറയുക ഷൂ ഫ്ലവർ ഇല്ലേ അതിൻ്റെ ഇല. എനിക്ക് ചെമ്പരത്തി എനിക്ക് ഇത് കിട്ടിയില്ല, ഷൂ ഫ്ലവറിൻ്റെ ഫ്ലവർ കിട്ടിയില്ല അമ്മ. അപ്പോൾ ലീവ്സ് മാത്രം ഇട്ടു. ഹാൻഡ്ഫുൾ വേണം, ഒരു ഹാൻഡ്ഫുൾ ലീവ്സ് വേണം. ഒരു നമ്മളുടെ ഇവിടെ കിട്ടുന്ന 10 രൂപയുടെയെങ്കിലും കറിവേപ്പില വേണം. നാട്ടിലൊക്കെ ആണെങ്കിൽ എളുപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഉള്ളത് നമ്മളുടെ എന്താ പറഞ്ഞത്, ഇത് നന്നായിട്ട് ഞാൻ തിളപ്പിക്കും എണ്ണയിൽ, കരിഞ്ഞ് വാടിയിട്ട് കുറച്ച് തലമുകളിലോട്ടേക്ക് ചൂടാറില്ലേ, ഉണങ്ങല്ല ചൂടാറില്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് മേത്തി ഇടും, ഈ ഡാൻഡ്രഫ് കുറഞ്ഞു കിട്ടാൻ. നമ്മുടെ നാട്ടിൽ പെപ്പർ അല്ലെങ്കിൽ ക്ലോവ് ഇടും ചില ആൾക്കാർ, ക്ലോവ് ഇടും ചില ആൾക്കാർ പെപ്പർ ഇടും. പെപ്പർ ബോൾസ് ഇല്ലേ ചെറിയ ചെറിയ കുരുമുളക്. ഞാൻ ലാസ്റ്റ് ടൈം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ നിൻ്റെ ഹെയർമ എണ്ണ തേക്കുന്നത് എങ്ങനെയാണെന്ന്. അത് ചോദിച്ചിട്ട് ഓഫീസിൽ നിന്ന് ആൾക്കാർ ചോദിച്ചു, ജസ്റ്റ് നീ അപ്പോൾ വാഷ് എങ്ങനെ ചെയ്യണം, നീ ഹോം മെയ്ഡ് ഷാമ്പു ചെയ്തിട്ട്. ഞാൻ പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഉണ്ടാക്കണം, പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ കിട്ടണമെങ്കിൽ എനിക്ക് നിന്നെ ഒരു ദിവസം ഇരുന്നിട്ട് വേണം എനിക്ക് ആ ഹോം മെയ്ഡ് ഷാമ്പു. നീ അല്ലേടാ എൻ്റെ ബെറ്റർ ഹാഫ്. ഞാൻ ആ ഹോം മെയ്ഡ് ഷാമ്പു എന്താ ചെയ്തത്, റൈസ് വാട്ടറും പിന്നെ എന്തിനാ പറയണേ ഓറഞ്ചോ മോസംബിയുടെ സ്കിൻ വെച്ചിട്ട് ഉണ്ടാക്കിയ ഷാമ്പു ഇല്ലേ, ഹോം ഷാമ്പു. അതിൻ്റെ അകത്തൊന്നും കെമിക്കലില്ല, ഇൻഫാക്ട് ഷിക്കാക്കായ പോലും ഇല്ല അതിൻ്റെ അകത്ത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ഷിക്കാക്കായുടെ ട്രൈ ചെയ്യണ്ടല്ലോ, അതും നല്ലതാണ്. അത് നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ലാസ്റ്റിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഇതെടുത്തിട്ട് പേസ്റ്റ് വെള്ളത്തിൽ തന്നെ എന്നിട്ട് തിരുമ്മിയിട്ട് തല കഴുകിയിരിക്കാം. അത് നല്ല സംഭവമാണ്. ഒരു പെണ്ണെന്നെ ഞാൻ കൊടുത്തില്ലേ, അവൾ ട്രൈ ചെയ്ത് അവൾക്ക് ഗുണം വന്നിട്ടുണ്ട് ഓഫീസിൽ. അവള് പറഞ്ഞു. അതുപോലെ തന്നെ ആ യോഗേഷ് എന്ന് പറഞ്ഞ ഒരുത്ത തന്നെയല്ലേ, അവന് കൊടുത്തില്ലേ. അപ്പോൾ അവനും പറഞ്ഞു എനിക്ക് ഇനി ഉണ്ടാക്കി തരാൻ. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു, ഫ്രീ ആയിട്ട് തരില്ലെന്ന് പറയും. അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതോടെ എന്താ അവൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് വല്ലാതെ വിഷമം തോന്നിയിട്ടാ. ആൻഡ് അവൻ ശരിക്കും ഉപയോഗിക്കണോ ഇല്ലടാ, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഷാമ്പു ഉപയോഗിക്കരുത്. ഇറ്റ് വാസ് എ ക്ലിയർ ഇൻസ്ട്രക്ഷൻ. പക്ഷെ ഇല്ല, നമ്മളുടെ ഈ ഷാമ്പൂസിലല്ലേ എത്ര കെമിക്കൽസ് ഉണ്ടെന്നോ ഈ ഉണ്ടാക്കുന്നത്, ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ടേ. ഓഫ്കോഴ്സ് ഷിക്കാക്കായുടെ പാട്ടുണ്ട്, പക്ഷെ അതിന് ഒരുപാട് കെമിക്കൽസ് ഉണ്ട് അറിയോ. കട്ടി പോയി പോയി വെള്ളം മാറുമ്പോഴുണ്ടാവും, സോൾട്ട് വാട്ടറിലുണ്ടാവും പ്രശ്നം. പിന്നെ നമുക്ക് ജനറ്റിക്കലി കിട്ടുന്നുണ്ടാവും. ചില ആൾക്കാർ ജനറ്റിക്കലി അടിപൊളിയായിരിക്കും, മനസ്സിലായോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ചില സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ. അല്ലാതെ ഇതുകൊണ്ട് പ്രിവെൻഷൻ എന്ന് പറയാം, ഏർലി പ്രിവെൻഷൻ അതൊക്കെ. ഇപ്പം ഞാൻ നിന്നെ മുടി മെടയാൻ പോകെ, എപ്പോഴും കെട്ടി മാത്രം ഉണ്ടാക്കണേ. സാഗർ ചുട്ടി പോലെ വയ്ക്കാൻ പാ. നിനക്ക് അറിയോ മുടി കെട്ടിക്കുന്നതിൻ്റെ കൂടെ കിട്ടുന്നു, ലെങ്ത് ആയാലും കൂടും. മമ്മി ചെറുപ്പത്തിൽ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് കെട്ടിക്കുന്നതിന് മാത്രം ലെങ്ത് കൂടാം.
That's a fact. Late realizations, but fact. ചീപ്പ് കൊണ്ട് എടുക്കാം, കുറച്ചുകൂടി ഭംഗിയായിരിക്കും.